തൃശൂർ, എറണാകുളം ജില്ലകളിലായി 100ഓളം ആരാധനാലയങ്ങളിൽ മോഷണം നടത്തിയ അന്തർജില്ലാ മോഷ്ടാവ് പോലീസ് പിടിയിൽ. കോഴി പൗലോസ് എന്നറിയപ്പെടുന്ന 68കാരനെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ഭണ്ഡാര മോഷണ പരമ്പരകളിൽ പ്രതിക്ക് പങ്കുണ്ടെന്നതാണ് പോലീസിന്റെ കണ്ടെത്തൽ. തൃശൂർ റൂറൽ SP B കൃഷ്ണകുമാറിന്റെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിനൊടുവിലാണ് പ്രതി പിടിയിലായത്. കഴിഞ്ഞ മാസം മാള, കാട്ടൂർ പോലീസ് സ്റ്റേഷൻ പരിധികളിലെ ക്ഷേത്രങ്ങളിലും പള്ളികളിലും നടന്ന ഭണ്ഡാര മോഷണങ്ങളെക്കുറിച്ചുള്ള അന്വേഷണമാണ് പ്രതിയിലേക്ക് എത്തിച്ചത്. നെടുമ്പാശ്ശേരി മേക്കാട് സ്വദേശി കാച്ചപ്പള്ളി വീട്ടിൽ കോഴി പൗലോസ് എന്നറിയപ്പെടുന്ന 68 വയസ്സുള്ള പൗലോസാണ് അറസ്റ്റിലായത്. വർഷത്തിൽ 6 മാസം ജയിലിൽ കഴിയുകയും പുറത്തിറങ്ങിയാൽ വീണ്ടും മോഷണത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന രീതിയാണ് ഇയാളുടേതെന്ന് പോലീസ് പറയുന്നു. കൊടുങ്ങല്ലൂർ, മാള, കാട്ടൂർ, പുത്തൻവേലിക്കര, വെള്ളിക്കുളങ്ങര, വടക്കേക്കര, കൊടകര, ചാലക്കുടി, അങ്കമാലി തുടങ്ങി 20ലധികം പോലീസ് സ്റ്റേഷൻ പരിധികളിലായി ഇയാൾക്കെതിരെ 100ഓളം കേസുകൾ നിലവിലുണ്ടെന്നാണ് വിവരം. രാത്രികാലങ്ങളിൽ ദീർഘദൂര ബസ്സുകളിൽ യാത്ര ചെയ്ത് ലക്ഷ്യസ്ഥാനത്തെത്തുകയും ആളൊഴിഞ്ഞ സ്ഥലങ്ങളിൽ ഒളിച്ചിരിക്കുകയും ചെയ്ത ശേഷമാണ് ഇയാൾ മോഷണം നടത്തിയത്. അർദ്ധരാത്രിയോടെ ആരാധനാലയങ്ങളുടെ പൂട്ടുകൾ പൊളിച്ച് ഭണ്ഡാരങ്ങൾ കവർന്ന ശേഷം അതിവേഗം സ്ഥലം വിടുന്നതാണ് രീതി. പോലീസിന്റെ നീക്കം ശ്രദ്ധയിൽപ്പെട്ടാൽ പോലും രക്ഷപ്പെടാൻ മിടുക്കനായിരുന്ന പ്രതിയെ ഞായറാഴ്ച വൈകിട്ട് വട്ടപ്പറമ്പിൽ നിന്നാണ് പിടികൂടിയത്. അങ്കമാലി പോലീസിന്റെ സഹായത്തോടെയാണ് അറസ്റ്റ് നടന്നത്. ഇരിങ്ങാലക്കുട DYSP M സന്തോഷ് കുമാർ, മാള പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ രാജേഷ് R, GSI മാരായ OP അനിൽകുമാർ, P ജയകൃഷ്ണൻ, ASI ES ജീവൻ, CPOമാരായ KJ ഷിൻഡോ, കൃഷ്ണദാസ്, വഹദ്, നിനൽ എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയത്. മീഡിയ ടൈം, അങ്കമാലി.